ഹായ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര ചൂട്. അതായത് രാവിലെ ഒരു ഗണപതി ഹോമം, പിന്നെ അതേപോലെ തന്നെ ഒരു വിഷ്ണു പൂജ, തിലഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര ചൂട്. കാരണം ഏകദേശം ഒരു 9 മണി കഴിഞ്ഞു നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു 10 മണി സമയമായി. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് നല്ല ചൂട്. അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ വെളുപ്പിനെ ഏകദേശം ഒരു 4 മണിക്ക് ഇവിടുന്ന് പോയതാണ്. അപ്പം 4 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 3 മണിക്ക് എണീറ്റെങ്കിലേ പറ്റുള്ളൂ. കുളിച്ച് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്ക് എണീറ്റെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചുകൊണ്ട് കയറിയപ്പോഴത്തേനും ഭയങ്കര ചൂട്. അപ്പോൾ അതുകൊണ്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും എന്നിട്ടും നിവർത്തിയില്ല. ചൂട് കാരണമാണ് ശരിക്കും കയറി ഒന്ന് കുളിച്ചത്. അപ്പം എന്നാൽ കുളി കഴിഞ്ഞേച്ച് കയറി കിടക്കാമെന്ന് വെച്ചപ്പോൾ അതും നിവർത്തിയില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ AC ഇട്ടുകൊണ്ട് കിടക്കാമെന്ന് വെച്ചിട്ട് AC ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് എന്തൊരു വല്ലാത്ത സൗണ്ട്, ഇങ്ങനെ ബൂന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്. അപ്പോൾ ഇത് AC സർവീസിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. കാരണം അവർ അപ് ടു ഡേറ്റ് ആണ്. കാരണം ആ ഒരു സർവീസിങ്ങിൻ്റെ ഒരു ടൈം ആകുന്ന സമയത്ത് നമ്മളെ കറക്റ്റായിട്ട് വിളിച്ച് പ്രോപ്പറായിട്ട് ഒന്ന് സർവീസൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനകത്തൊരു വിഷയമുള്ളത്, ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് നല്ല പൊടിയല്ലേ. അപ്പോൾ ഈ AC മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കുറച്ച് ദിവസം കഴിയുന്നുണ്ട് ഈ റൂമിൽ പൊടിയുള്ള അല്ലെങ്കിൽ പൊടി കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഇതിനകത്ത് ഈ പൊടി കയറിയിട്ട് അതിൻ്റെ നെറ്റിൽ പൊടി ഇരിക്കുന്നതാണ് ഈ സൗണ്ട് വരാനുള്ള കാരണം. ശരിക്കും അതിന് നമ്മൾ ഈ സർവീസിങ്ങിന് വേണ്ടിയിട്ട് ആളെ വിളിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഈ AC അവർ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ സർവീസിങ്ങിന് വന്ന ആൾ തന്നെ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരികയും ചെയ്തു, ഞാനത് ന്യൂട്രി കണ്ടുപഠിക്കുകയും ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്കിങ്ങനെ AC പൊടി കയറി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ക്ലീൻ ചെയ്യാവുന്നതിനെക്കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടായിട്ട് ചെയ്യുന്ന കാര്യമൊന്നും അല്ല, നിസ്സാര കാര്യമാണ്. സംഭവം വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ അത് കുറച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താൻ ഈസി ആയിട്ട് ഒരു പരിധി വരെ ഈ AC സർവീസിങ് നടത്താവുന്നതേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഈ സ്വിങ് മോഡിലുണ്ട്, ഇങ്ങനെ മുകളിലോട്ടും താപ്പോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ചില മോഡിൽ വരുന്ന സമയത്ത് ഇതിന് ഭയങ്കര സൗണ്ടാണ്, ഇങ്ങനെ ബൂന്ന് പറഞ്ഞിട്ട് ഇരച്ച് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊന്ന് കാണാം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു താൽക്കാലികമായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എങ്ങനെ ഇതിനെ പരിഹരിക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു AC ആണ്. ബ്ലൂ സ്റ്റാറിൻ്റെ 5 സ്റ്റാർ AC ആണ്. അപ്പോൾ ഇത് ശരിക്കും ഈ 5 സ്റ്റാറിൻ്റെ ആവശ്യം വീടുകളിൽ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ AC ഇട്ടിരിക്കുക, ഇത് കണ്ടില്ലേ, ഇതിനകത്തൊരു ഇങ്ങനെ ബൂന്നൊരു സൗണ്ട് കേട്ടില്ലേ? കേട്ടില്ലേ? കണ്ടില്ലേ? ഇത് കണ്ടില്ലേ, 5 സ്റ്റാറിൻ്റെ AC ആണ്. കണ്ടില്ലേ? ഇതിനകത്ത് 5 സ്റ്റാറാണ്, പവർ സേവിങ്സ് ഗൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 5 സ്റ്റാറിൻ്റെ AC ആണ്. പക്ഷെ നമുക്ക് വേണ്ടുന്നത് 3 സ്റ്റാറിൻ്റെ AC മതിയാവും, സാധാരണ നമ്മൾ റൂമിലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഏണി എടുത്തുകൊണ്ട് വരാം. ഏണി എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഈ നമ്മളിപ്പോൾ കേട്ട സൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയാണ്, ഇതിനകത്ത് പൊടി കയറിയിരിക്കുന്നതിൻ്റെയാണ്. ശരിക്കും നമുക്ക് ഈ വീടുകളിലെയൊക്കെ ഉപയോഗത്തിന് ശരിക്കും ഈ 5 സ്റ്റാറിൻ്റെ ആവശ്യമില്ലെന്നാണ് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം AC ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റാറിൻ്റെ AC ഉള്ളൂ വീട്ടിലൊക്കെ ആവശ്യമുള്ളൂ. കാരണം നമ്മളിപ്പം വീട്ടിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബെഡ്റൂമിൽ വരുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ AC യൂസ് ചെയ്യാറുള്ളൂ. അതേസമയം ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം AC ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 5 സ്റ്റാർ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അത് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഒന്ന് തിരക്കി നോക്കുക. വീടുകളിൽ പൊതുവെ 3 സ്റ്റാർ മതിയെന്നാണ് അറിവ്. പക്ഷേ വേറെ കാര്യമുണ്ട്, 5 സ്റ്റാർ എന്ന് പറയുന്നത് കറണ്ട് കൺസംഷൻ വളരെയധികം കുറയ്ക്കുന്ന AC ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സൗണ്ട് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സർവീസ് ചെയ്യാൻ പോവാം, നോക്കാം. അപ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വേണ്ടുന്നത് ഒരു ഏണി വേണം. കാരണം ഇതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഏണി വേണമല്ലോ. നമുക്ക് എന്തായാലും ആദ്യം പോയി ഏണി എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഏണി ഞാനിവിടെ വർക്കറിയായി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഏണി എടുത്തുകൊണ്ട് വരാം. ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 15 മിനിറ്റ് 20 മിനിറ്റത്തെ പരിപാടിയുള്ളൂ നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇത് പ്രശ്നം സോൾവ് ആകും. പക്ഷേ നമുക്ക് കുറച്ച് മടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അനങ്ങാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒട്ടും കിടക്കാൻ വയ്യ, നല്ല സൗണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഏണി. ഇങ്ങനെ അയ്യോ
അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഏണി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് അവിടെ വെക്കുക. അതിന് ശേഷം വേണം അടുത്ത പരിപാടി. ഈ ഏണിയെ കയറി നിന്നുകൊണ്ടാണ് നമുക്കിതിൻ്റെ സർവീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. AC പോകാതിരിക്കാൻ വേണ്ടി ഞാൻ റൂം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് റൂം തുറന്ന് ഫസ്റ്റ് അങ്ങനെ ഞാൻ AC ഇവിടെ കൊണ്ടുവന്ന് ഏണി അങ്ങനെ വെച്ചു. ഇതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ V ഷേപ്പിൽ വെക്കുന്ന ഒരു ഏണിയാണ്. എന്നിട്ട് ഇതിങ്ങനെ കാല് കയറ്റിയിടുന്നത് സാധാരണ എല്ലായിടത്തും ഉള്ളതാണ്. നമ്മളിത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് സൈഡിലും ലോക്ക് ഇട്ടേക്കാം. എനിക്ക് ചിലപ്പം പണി കിട്ടിയല്ല. അങ്ങനെ നമ്മുടെ ഏണി അങ്ങനെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് നീക്കി വെച്ച് കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതങ്ങോട്ട് നീക്കി വെച്ച് ആദ്യം ഇതിൻ്റെ മുകളിലോട്ട് കയറാം. അയ്യോ, ഇവിടെ കടന്നൽ കുട്ടി കേട്ടാ. താണ്ട കണ്ടില്ലേ, ഇവിടെ എവിടെയോ ഒരു കടന്നലിൻ്റെ കൂടുള്ളത് പോലൊരു തോന്നൽ. അത് അയ്യോ, ഇത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. താണ്ട കണ്ടില്ലേ, ഈ ഏണിയുടെ അടിയിൽ ഒരു കടന്നൽ കൂട് വെച്ചിരിക്കുക. ഈശ്വരാ, എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊരു കൊട്ട് കിട്ടി. അയ്യോ, ഇത് പണിയായില്ല. ഒരു ചെറിയ കൊട്ട് കിട്ടി, കണ്ടില്ലേ, ഇത് കടന്നൽ കൂടാ. അപ്പോൾ ഇളകിക്കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. ചെറിയ ഒരു കടന്നക്കൂടാ, പക്ഷേ ഇത്തിരി ഡേഞ്ചറസ് ആണ് സാധനം. കണ്ടില്ലേ, അവൻ ഇത്തിരി ഡേഞ്ചറസ് ആണ്. അത് മിക്കവാറും പണി കിട്ടും. കണ്ടില്ലേ, അയ്യോ, എൻ്റെ കൈ കണ്ടില്ലേ, കടന്നൽ കുത്തി. ഇതിന് എനിക്ക് തോന്നുന്നു ഇത് മഞ്ഞളോ എന്തോ അരച്ചിട്ടാൽ മതി എന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കൊമ്പ് കയറിയിരിക്കുന്ന പോലെ ഉണ്ട്. അയ്യോ, നല്ല വേദനയുണ്ട്. അകത്തിരുന്ന് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് കണ്ടില്ലേ, നോക്കട്ടെ. ഇതൊരു വല്ലാത്ത പണിയായിപ്പോയി. ഞാനിനി എന്നപ്പോൾ ഹിറ്റിൻ്റെ ബോട്ടിൽ ഇവിടെ അങ്ങ് കാണുന്നില്ല. ഇതിനിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ? കാരണം ഇതിപ്പം വേറൊരു ഇത് കൈകൊണ്ട് എടുക്കാനും പറ്റുന്നില്ല. നോക്കാം. ഇതിപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് വേണമെന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടന്നലിനെ എങ്ങനെയെങ്കിലും ചാടിക്കണം. കടന്നലിനെ ചാടിക്കണമെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, ഹിറ്റ് എടുത്തടിച്ചാൽ പറ്റുമെന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹിറ്റിൻ്റെ കുപ്പിയുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഞാനങ്ങനെ ഹിറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഈ മാസ്ക് ഒന്ന് ഇട്ടേക്കാം. മാസ്ക് ഇട്ടിട്ട് അടിക്കുന്നതായിരിക്കും സേഫ്. മാസ്ക് ഒക്കെ ഇട്ടു. കണ്ടില്ലേ, കുത്തുകൊണ്ടാ എൻ്റെ കൊമ്പ് കയറി ഇരിപ്പുണ്ടെന്ന് എന്താണ്ട് ഈ ഭാഗത്ത്. നല്ല വിങ്ങലുണ്ട്. നോക്കാം, ഇനിയിപ്പോൾ ഹിറ്റടിക്കാം. ഇത് നല്ലൊരു പരിപാടിയായി ഹിറ്റടിക്കുന്നത് കേട്ടോ. ഈ കടന്നലുണ്ടെങ്കിലേ പറഞ്ഞാൽ ഇത് അത്ര വലിയ കൂടൊന്നുമല്ല, ചെറിയൊരു കൂടാണ്. പക്ഷേ ഇത് ഇരുന്നിരുന്നിരുന്ന് വലിയ കൂടാകും. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ
ഹിറ്റടിച്ച് കടന്നലിനെയൊക്കെ കൊന്നു. കണ്ടില്ലേ പാവം. നമുക്കങ്ങനെ ഒരു ജീവിയെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ നിവർത്തി കിട്ടിട്ട, വേറെ നിവർത്തിയില്ല. പാവം കണ്ടില്ലേ. ഇതൊരെണ്ണേ ഉള്ളൂ. ഇനിയിപ്പം ബാക്കിയുള്ളത് ഇവിടെ ചത്ത് കിടപ്പുണ്ട്. ഒരു 4-5 ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഇവിടെ ചത്ത് കിടപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉപദ്രവകരമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ കടന്നലിനെയൊക്കെ കൊന്നു. ഇനി നമുക്ക് നേരെ AC യുടെ സർവീസിങ്ങിലോട്ട് കിടക്കാം. അപ്പം AC സർവീസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് AC ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് റിമോട്ട് എടുത്തിട്ട് AC നമുക്ക് ഓഫ് ചെയ്യാം. AC അങ്ങനെ ഓഫായിട്ടുണ്ട്. ഇതിൻ്റെ സ്വിച്ച് കൂടെ ഓഫ് ചെയ്തേക്കാം. അയ്യോ, ഇവിടെ കണ്ടില്ലേ, ഈ സ്വിച്ചിന് ഒരു ചുവന്ന കളർ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കിടക്കുമ്പോൾ ശല്യം ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരു കറുത്ത ടേപ്പ് ഒട്ടിച്ച് വെച്ചു. എന്തെല്ലാം പരിപാടികളാണെന്നറിയാമോ? എനിക്കന്ന് ചെറിയൊരു ഈ വെട്ടമായാലും ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒപ്പിച്ച പണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ AC ഓഫായി. ഇനിയിപ്പം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി. ഇതിൻ്റെ രണ്ടറ്റത്തും 2 ചെറിയ വിടവുകളുണ്ട്. അവിടെ പിടിച്ചത് ഇങ്ങനെ പൊക്കിയാണ്. ഇനി പൊക്കിയെടുക്കാം. ഇതില്ലേ, ഈ രണ്ടറ്റത്തും ചെറിയൊരു വിടവ് പിടിച്ചിങ്ങോട്ട് പൊക്കിയാൽ ഇതിങ്ങനെ തുറന്നു വരും. കണ്ടില്ലേ? അതാ ഇതിൽ നമുക്ക് കാണാം. പൊക്കിയങ്ങ് വെക്കാം. കണ്ടില്ലേ, ഈ ഭാഗം, ഈ നെറ്റ് കണ്ടോ? ഈ 2 നെറ്റുകൾ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു നെറ്റുണ്ട്, ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു നെറ്റുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ 2 നെറ്റുകളാണ് ഊരിയെടുക്കേണ്ടത്. ഇതൊന്ന്, ഇത് രണ്ടാമത്തേത്. ഈ 2 നെറ്റുകൾ ഇത് വളരെ ഈസി. അതാ ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഊരിപ്പോരും. കണ്ട, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. പതുക്കെ അതാ മോളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ ഈ സാധനം ഈ പോരും. ഉണ്ടല്ലേ? അങ്ങനെ ഫസ്റ്റ് നെറ്റ് എടുത്തു. എന്നിട്ട് നമുക്കിനി അടുത്തത് ദാ ഈ നെറ്റ്. ഈ നെറ്റും ദാ ഇവിടെ ഒരു ചെറിയ ഇതുണ്ട്. ഇതേ പിടിച്ചിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചിങ്ങെടുത്താൽ മതി. ദാ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇനി ഇതുപോലെ ദാ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പൊടി കണ്ടില്ലേ, ഇതിൽ 2ലും പൊടി കണ്ടില്ലേ? എന്നാ പൊടിയാന്ന് നോക്കിയേ. ഇത് കംപ്ലീറ്റ് പൊടി കയറിയിരിക്കുക. കണ്ട. ഇനി നമുക്ക് വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തിരിച്ച് കയറ്റി കിട്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതേ രീതിയിൽ തിരിച്ച് നമ്മൾ ഇത് അതുപോലെ കയറ്റി കിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി, പർപ്പസ്. അപ്പോൾ നമുക്കിത് പോയി കഴുകിയിട്ട് വരാം. എന്തായാലും കടന്നലിൻ്റെ കുത്തുമൊക്കെ കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പോയി കഴുകിയിട്ട് വരാം. ഒരു 10 മിനിറ്റത്തെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറിയതാണ്. പക്ഷേ കടന്നലിൻ്റെ കുത്ത് കിട്ടിയത് കൊണ്ടാണ് ഒരു 10-20 മിനിറ്റ് നമുക്ക് പോയി കിട്ടിയത്. കുഴപ്പമില്ല. ഇത് ജസ്റ്റ് വാഷ് ബേസിനിൽ ഇട്ടാൻ കഴിയാൽ മതി. വേറെ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല. അതെന്താ കണ്ടില്ലേ, ഇതിങ്ങനെ വാഷ് ബേസിനിലോട്ടിട്ട് വൃത്തിയായിട്ട് ഒന്ന് കഴുകി റെഡിയാക്കിയാൽ മതി. കണ്ടില്ലേ, വാഷ് ബേസിനിൽ ഇതിന് വരുന്ന അഴുക്ക് കണ്ടില്ലേ? ഈ പൊടിയെല്ലാം നട്ടിനകത്ത് ഇരുന്നതാണ്. കണ്ട, ഞാൻ കാണിച്ചുതരാം. എന്താണ് ഇതുപോലത്തെ ചെറിയ ചെറിയ പൊടികളാണ്. കണ്ട, വല പോലെ കിട്ടിയിരിക്കും. ആണല്ലേ, ഇതിളക്കുമ്പോൾ ഇതിലിങ്ങനെ വല പോലെ കണ്ടില്ലേ, കെട്ടിയിരിക്കുക പൊടി.
ഇതിങ്ങനെ വൃത്തിയായിട്ട് തേച്ചൊരച്ച് ഈ പൊടി മൊത്തം നമ്മൾ വേറെ ബ്രഷും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകിയാൻ കളഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ പൊടി ഏകദേശമൊക്കെ ഇതിനകത്തൊന്ന് കണ്ട കംപ്ലീറ്റ് നീറ്റാവും. കണ്ടില്ലേ, ഇങ്ങനെ തൂത്ത് ഇങ്ങനെ കളഞ്ഞാൽ മതി. കണ്ട സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് വലിയ ഈ AC സർവീസിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സംഭവമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് വേറൊരു കറുത്ത ഒരു നീളത്തിലൊരു സാധനമുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. അത് സർവീസിംഗ് തന്നെ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് സർവീസ് ചെയ്യിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അത് പക്ഷേ എനിക്ക് തോന്നുന്നു വർഷത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതിയാവും കേട്ടോ. അങ്ങനെ വലിയ വിഷയമില്ല. ഇതുപോലത്തെ 2 നെറ്റാവുള്ളത്. അപ്പോൾ അത് രണ്ടും നമ്മൾ വൃത്തിയായിട്ട് കഴിയുന്നേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അകത്ത് വലിയ അഴുക്കില്ല കേട്ടോ, ഇതിൻ്റെ പുറത്താണ് അഴുക്ക് മൊത്തം പിടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പം നല്ല നല്ല നീറ്റായി കണ്ട, കഴുകി നല്ല വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത നെറ്റൂടെ കഴുകാം. അപ്പോൾ ഒരു നെറ്റ് അങ്ങനെ കഴുകി ഞാൻ ഉണക്കാൻ ഇവിടോട്ട് വെച്ചു. ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ടേ ഇവിടോട്ട് തന്നെ വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് കണ്ടില്ലേ, ഇവിടോട്ട് തന്നെ വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് ഈ നെറ്റാണ്. ഇതെന്ന് പറയുന്നതും ഇത്തിരി പിന്നെ കണ്ടില്ലേ, ഇതിനകത്ത് പൊടി കണ്ടില്ലേ, ഇതിൻ്റെ പുറം ഭാഗത്താണ് ഈ പൊടി കണ്ട. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നെറ്റ് ഒരുമാതിരി മഞ്ഞ കളറിൽ നല്ല പൊടി അടിച്ചിരിക്കുന്നത്. ഇതും അതുപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകിയാൽ മതി. തന്നല്ലേ. അപ്പോൾ ഇതും നമുക്കിനി ഒന്ന് ഉണക്കാൻ വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട 2 നെറ്റും ഒന്ന് ഉണക്കാൻ വെച്ചു. അത് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെക്കുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കയറ്റി തിരിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കയറ്റിയിടാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ 2 നെറ്റും അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടി. ഇതിന് നെറ്റെന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്. കാരണം ഇതിൻ്റെ ശാസ്ത്രീയ നാമമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഈ മറ്റേ AC മെക്കാനിക് ഒന്നും പഠിച്ചിട്ടില്ല. ഇത് നെറ്റെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി പോയി നേരെ ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നമുക്ക് നേരെ കയറ്റിയിടാം. ഇതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഒരു ഏണി വേണം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇത്ര ഹൈറ്റിൽ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ കയറി ഇനിയിപ്പോൾ കയറ്റി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിന് 2 സൈഡും 2 സൈഡുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ പിടി പോലെ ഒരു സംഭവം കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ ഒരു പിടി പോലൊരു സംഭവമുണ്ട്. ഇപ്പുറത്തെ സൈഡിന് ആ പിടി ഇല്ല. ഇപ്പുറത്തെ സൈഡിന് ആ പിടി പോലൊരു സംഭവമില്ല. അപ്പോൾ ഈ പിടി പോലുള്ള സ്ഥലം നമുക്ക് വെളി വേണം വരാൻ. എന്നിട്ട് ഈ പിടി ഇല്ലാത്ത സ്ഥലം പോട്ട് കയറ്റി ഇടണം. അപ്പോൾ ഇതിനിടയ്ക്ക് വല്ല ചലന്ത വിലയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റേ ഒന്ന് തുടച്ചങ്ങ് കളഞ്ഞേക്കണം. ഉണ്ടല്ലേ, ഇതിനകത്ത് ചെറിയ വലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചങ്ങ് കളഞ്ഞാൽ നല്ലതാണ്. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇത്. കറക്റ്റ് അല്ലെങ്കിൽ വല്ല AC മെക്കാനിക്കുകളോ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കൂടെ പറഞ്ഞു തരണം കേട്ടോ. അതിൻ്റെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. ഞാൻ ചെയ്യുന്ന രീതിയായി ഇങ്ങനെ. അല്ലാതെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഇത് സംഭവം പറഞ്ഞു തന്നല്ലാതെ ആധികാരികമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഞാനിത് സാധാരണ ഒരു 2 മാസം 3 മാസം കൂടി ഇരിക്കുമ്പോൾ ഇത് ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും ഇത് കണ്ടില്ല. ഇനി ഇതിൻ്റെ ഈ പിടിയുള്ള ഭാഗം വെളി വരണം, പിടിയില്ലാത്ത ഭാഗം അങ്ങോട്ട് അകത്തോട്ട് പോകണം. ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇതിനകത്തോട്ട് ഈ 2 റൗണ്ട് കണ്ടില്ലേ, ഇവിടുത്തെ 2 റൗണ്ട്, ഈ റൗണ്ട്
ഈ റൗണ്ടിനകത്തോട്ട് ഈ സംഭവം എന്താ ഇങ്ങനെ കയറ്റിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് തള്ളിയിട്ട് ഇതിനിടയ്ക്കോട്ട് കയറ്റി ഇതാ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടാൽ മതി. അടുത്തതും അതുപോലെ തന്നെ എടുത്ത് ഇതിൻ്റെ പിടിയുള്ള ഭാഗം ദാ ഇവിടെയാണ് പിടിയുള്ളത്, ഇപ്പുറത്ത് പിടിയില്ല. ദാ ഈ ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ ഒരു റൗണ്ട് കണ്ടില്ലേ, അതിൻ്റെ ഈ റൗണ്ടിൻ്റെ അവിടോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതായത് ഇങ്ങനെ പതുക്കെ അകത്തോട്ടങ്ങ് തള്ളിയാൽ മതി. പതുക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിളാണ്. അതാ ഇങ്ങനെ അകത്തോട്ടങ്ങ് തള്ളിക്കഴിഞ്ഞാൽ ഇതങ്ങോട്ടങ്ങ് കയറിക്കോളും. തള്ളിയിട്ട് ഇതാ ഇത് പിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവന്നിടുക. സിമ്പിൾ, കഴിഞ്ഞ പരിപാടി. ഇനി ഇതാ ഈ സാധനം അങ്ങ് ക്ലോസ് ചെയ്ത് കണ്ട. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഊരുന്നതും ദാ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ദാ ഈ ക്ലിപ്പിൽ പിടിച്ച് ഇങ്ങനെ മേപ്പോട്ട് പൊക്കിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട് ആ ക്ലിപ്പ്. ഈ 2 ക്ലിപ്പിൽ പിടിച്ച് മേപ്പോട്ട് പൊക്കിയാൽ ഇതിങ്ങനെ മേപ്പോട്ട് പോരും. അപ്പോൾ നമ്മുടെ AC എന്തായാലും സൂപ്പറായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ആദ്യം ഏണിയൊന്നും താഴോട്ട്. അയ്യോ, നമ്മുടെ കടന്നൽക്കുട്ടന്മാര് ചത്തത് കണ്ട് ഇവിടെ താഴെ കിടപ്പുണ്ട്. ചത്തത് ഇവിടെ താഴെ കിടപ്പുണ്ട്, അങ്ങനെ കണ്ടില്ലേ. അയ്യ, അപ്പം നമുക്ക് നേരെ AC ഓൺ ചെയ്യാം. AC ഓൺ ചെയ്തു, കണ്ടില്ലേ. AC ഓൺ ചെയ്തു. ഇനിയിപ്പോൾ റിമോട്ട് എടുത്തു. റിമോട്ടിൽ നമ്മൾ ഓൺ ചെയ്തു. യെസ്, ഇത് ശരിക്കും AC ഓൺ ചെയ്യുമ്പോഴുള്ള സൗണ്ടാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു കറക്റ്റ് എഫക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കണ്ട, ഇപ്പം മുമ്പിലത്തെ പകുതി എന്നല്ല, ഇപ്പം സൗണ്ടേ ഇല്ല. ഇതാണ് സംഭവം. അപ്പോൾ ACക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. നമ്മുടെ AC സ്വന്തമായിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി AC ഒക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നവർ ആദ്യം നമ്മൾ സ്വയം ഒന്ന് പരീക്ഷിച്ചിട്ട് വേണം പിന്നെ ഇവരെ വിളിക്കാനായിട്ട്. കാരണം അവർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു AC വന്ന് സർവീസ് ചെയ്യുന്നതിന് ഏകദേശം 800 രൂപയാണ് റേറ്റ്. അപ്പോൾ വന്ന് ഇത്രയും കാര്യം ചെയ്താൽ മതിയാവും. മിക്കവാറും വന്ന് ഇത്രയും കാര്യങ്ങളെ അവർ ചെയ്യാറുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. അപ്പോൾ അത് അവരെ വിളിച്ച് തന്നെ ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബായ്.